ശ്രീ ചിറയാമ്പലിപ്പേ, നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. ആ സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ടല്ലേ? നമുക്കുടെ സന്തോഷം ഉള്ളപ്പം വേറെ സ്ഥലത്ത് ആളുകൾ ബോധം കെട്ട് കിടക്കുക. AK സെന്ററിലെ നമ്മുടെ പല സുഹൃത്തുക്കളും ബോധം കെട്ട് കിടക്കുക. ഈ 2 ദിവസമായിട്ട് അവർ വിലയിരുത്തിക്കൊണ്ടിരുന്ന സെക്രട്ടേറിയറ്റ് കരിച്ചും കുണിച്ചും ഒക്കെ നോക്കിയിട്ട് 2000 വോട്ടിന് ജയിക്കും എന്ന കണക്കൂട്ടിലാണ് എല്ലാവരോടും അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാ കണക്കൂട്ടിലും തെറ്റിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ വിഷമം ഉണ്ടായിക്കാണും. പക്ഷെ അവരുടെ ഈ 2000 വോട്ട് എന്ന് കൃത്യമായി പറഞ്ഞു എന്നുള്ളപ്പം നമുക്കതിനകത്തൊരു സംശയം വന്നു, ചിലപ്പോൾ ശരിയാകുമോ എന്നുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് മാർക്സ് പാർട്ടിയൊക്കെ പണ്ടൊക്കെ കണക്കുകൾ കൂട്ടിയാൽ അതിന് കൃത്യത ഉണ്ടാകുമായിരുന്നു. കാരണം അതൊരു കേഡർ പാർട്ടിയാണ്. താഴേക്കടയിൽ വാർഡ് ബൂത്ത് അടിസ്ഥാനത്തിൽ വരുന്നവരെല്ലാം കണക്കാക്കി തങ്ങൾക്ക് എത്ര കിട്ടും, എത്ര പോകാൻ നഷ്ടപ്പെടും ഒരു കണക്കാക്കുമ്പോൾ അതിന് ആധികാരിക സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്ന കണക്കുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വന്ന് മുന്നേറ്റത്തിൽ ഭാഗമായി വോട്ട് ചെയ്തെന്നല്ലാതെ കൃത്യമായ കണക്കില്ല. പണ്ടും എന്നെപ്പോലെ ആളുകൾ CPMൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കും എങ്ങനെയാണ്, അവർ പറയുന്ന കണക്ക് ശരിയായിരുന്നു. അങ്ങനെ കൃത്യമായ കണക്ക് നൽകി വിലയിരുത്താൻ കഴിവുള്ള ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി, കേഡർ സ്വഭാവം പോയി. ഇപ്പം ഈ താഴേക്കടയിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടി കേഡർ പാർട്ടിയാണ്, എല്ലാ സ്ഥലങ്ങളിലും ആളുണ്ടെന്നല്ലാതെ കൃത്യമായ കണക്കുകൾ കണക്കാക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് ഈ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെയാണ് ഒരു വീട്ടിൽ ചെന്നാൽ ഇങ്ങാർ കോൺഗ്രസ്, ഇയാൾ CPM, അല്ലെങ്കിൽ കുടുംബപരമായി തന്നെ അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അറിയാൻ പറ്റില്ല. ഒരു വീട്ടിൽ തന്നെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല ഈ ആളുകൾ വോട്ട് ചെയ്യുന്ന ആരോടും പറയാറില്ല. രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം കുറേ ആളുകൾ വ്യക്തിപരമായി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആർക്കും വിലയിരുത്താൻ കഴിയാത്ത തരത്തിലേക്കാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ പോയി. അതുകൊണ്ട് കണക്ക് കൂട്ടിയത് തെറ്റാണ് എന്ന് തെറ്റായിപ്പോയതിൻ്റെ പേരിൽ ഞാൻ CPMനെ കുറ്റപ്പെടുത്തുകയില്ല. അതിനുള്ള സാമർത്ഥ്യം ഇല്ലാതെ പോയതിന് കാരണം ജനങ്ങൾ കുറെ കൂടി ഒരു വ്യത്യസ്ത തലത്തിൽ ചിന്തിക്കുന്നുണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ കുറേ കാലത്തിന് ശേഷമാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഒരു വലിയ ഉണർവ് ഉണ്ടായിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് വമ്പിച്ച വിജയം നേടിയത്. ഇപ്പോൾ PT തോമസിൻ്റെ മരണശേഷം ഉമാ തോമസ് ജയിച്ചപ്പോൾ അവിടെ 25,000 വോട്ടിന് ഭൂരിപക്ഷം വന്നപ്പോൾ അത് PT തോമസിനോടുള്ള ആദരവാണ്, അത് ഒരു തരംഗമാണ്, അല്ലെങ്കിൽ ഭാര്യയോട് കിട്ടുന്ന ഒരു ആഭിമുഖ്യമാണ്, വിധവയോടുള്ള സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അതിനെ ലഘൂകരിച്ചവരുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി 9,000 വോട്ടേ കിട്ടിയുള്ളൂ, 35,000 മകനെ. അതും ഒരു ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമുണ്ടായ സഹതാപ തരംഗമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഈ ഷാഫി പറമ്പിൽ മാറിയ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ വൻഭൂരിഷം കിട്ടിയപ്പോഴും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയ സ്ഥാനത്താണ്, തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയ അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ചുറ്റിക്കളിയായിരുന്നു. അതേസമയം ചേലക്കരകളായിരുന്നില്ല. ചേലക്കരയിൽ നിങ്ങൾ ഭൂരിപക്ഷം കുറച്ചു എന്ന് പറഞ്ഞാൽ അപ്പം കഴിഞ്ഞ ഗവൺമെൻറ് വന്നതിന് ശേഷം തരംഗമെന്നോ എന്തൊക്കെ പറഞ്ഞാലും വൻപിച്ച ഭൂരിപക്ഷം ആണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ജയിക്കുമെന്ന കാര്യത്തിൽ 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ജയം ഈ അൻവർ വന്നപ്പോഴത്തേക്കൊണ്ട് അൻവർ അവസാനം ആര്യാൻ ഷൗക്കത്തിനെതിരായൊരു പ്രതികരണം നടത്തി വേറൊരു തലത്തിലേക്ക് പോയപ്പോൾ ഇവിടെ അൻവർ വോട്ട് പിടിച്ച് മാറ്റിയാൽ കോൺഗ്രസിനാണ് ഗുണം, അല്ല കോൺഗ്രസിന് നഷ്ടമായിരിക്കും, CPMനാണ് ഗുണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ജയിക്കുമെന്ന് കരുതി സ്വരാജ് വന്നത്. പക്ഷേ ആ കണക്കൂട്ടിലും തെറ്റിയിരിക്കുക. പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു ചൂണ്ടുപലക തന്നെയാണ്. ഒന്നും വേണ്ട, നമ്മുടെ ആര്യാടൻ മുഹമ്മദ് കൊലക്കേസിൽ പ്രതിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം 67 തോറ്റതാണ്. അന്ന് ലീഗും CPM ഉൾപ്പെട്ട സപ്തകക്ഷി മുന്നണിയാണ് കുഞ്ഞാലി ജയിപ്പിച്ചത്. കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ലീഗ് CPMുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അച്യുതമേനോൻ ഗവൺമെൻറ് വരുന്ന സമയത്താണ്. അന്ന് MP ഗംഗാധരൻ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പിന്നെ ആര്യാടൻ മുഹമ്മദ് അന്ന് LDFൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഒരു സൂചനയാണ്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അത് നമുക്ക് കണക്കാക്കാം. പിണറായി വിജയൻ വന്നതിന് ശേഷം ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ ആളുകൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചുകൊണ്ടുണ്ടായ വേക്കൻസിയാണ്. അടൂർ പ്രകാശ് എന്ന സ്ഥലത്ത് അടൂർ പ്രകാശിൻ്റെ സ്ഥിരമായി ജയിച്ച മന്ത്രിയായ ആ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു? CPM ദിനേശ് കുമാർ ജയിച്ചു. അതുപോലെ തന്നെ 2 തവണ വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിച്ചതാണ്. ആ മുരളീധരൻ ജയിച്ച സ്ഥലത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രശാന്ത് ജയിച്ചു. അവിടെ നമ്മുടെ ഇവിടെ മാത്രമാണ്, അതായത് ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ച സ്ഥലത്ത് മാത്രമാണ് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പാലായിൽ നിന്ന് സംഭവിച്ചു.
കെ എം മാണി ആരായിരുന്നു? കെ എം മാണിയുടെ കോട്ടയിൽ അവിടെ മാണി സി കപ്പൻ ജയിച്ചില്ലേ? അപ്പം അങ്ങനെ UDF സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്ത സന്ദർഭത്തിൽ ഒരു തുടർഭരണത്തിൻ്റെ ട്രെൻഡ് വന്നു. സത്യം പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ ഊഴത്തിന് അല്ലെങ്കിൽ രണ്ടാം വിജയത്തിന് ഒരു ഘടകമായി അന്ന് വന്നു. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെല്ലാം തൂത്തുവാരി. അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് പിണറായി വിജയനെ ഉപതെരഞ്ഞെടുപ്പുകൾ സഹായിച്ചെങ്കിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാം മാത്രമല്ല LDF കയ്യിലിരുന്ന നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് ചരിത്ര വിജയം നേടി ഈ തുടർഭരണം എന്ന സ്വപ്നത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടർഭരണം സ്വപ്നം കാണാൻ പറ്റുമോ? അടിത്തറയിളകിപ്പോയി. ഇനിയിപ്പോൾ ഒരു സാങ്കേതികമായ ഒരു കെയർ ടേക്കർ ഗവൺമെൻറ്റായിട്ട് ഇരിക്കാം എന്നല്ലാതെ ഇനിയും ഒരു നടപടി എടുക്കാൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ ചലിപ്പിച്ചാൽ തന്നെ ഇതിൻ്റെ കാലാവധി എത്ര ആളുണ്ട് എന്ന ഒരവസ്ഥ വന്നില്ലേ? അപ്പോൾ ഒരു മരണാസന്നമായി ഇരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ചുരുക്കം പറഞ്ഞാൽ മരണമരണി ഒഴുകിക്കഴിഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ മരണമണി മുടങ്ങിയിരിക്കുകയാണ്. ഇനി കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ഇങ്ങനെ 1, 2, 3 എണ്ണിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ഒരു തരംഗത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ശ്രീ VD ശശിധരൻ എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും 100-ൽ പരം സീറ്റ് നേടി ഒരു വലിയ വിജയത്തിലേക്ക് UDF പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അൻവർ ഇത്രയും വോട്ട് നേടുമെന്ന് കരുതിയിരുന്നു? അൻവറിനെ സംബന്ധിച്ച് അൻവർ വോട്ട് നേടിയെന്ന് പറഞ്ഞാൽ അൻവർ 9 വർഷമായിട്ട് അവിടെ ഒരു MLA ആണ്. MLA എന്നാലും അദ്ദേഹം വിജയമായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാശുള്ളത് കൊണ്ട് സഹായത്തിനെത്തുന്ന പാവങ്ങൾക്ക്, പ്രത്യേകിച്ച് ആദിവാസികളൊക്കെയുള്ള, അത് പട്ടി കിടക്കുന്ന ഒരാളുള്ള സ്ഥലമാണ്, സമ്പന്നന്മാരുടെ സ്ഥലമല്ല നിലമ്പൂർ കാട്. അവിടെ അൻവറിൻ്റെ അടുത്ത് ആര് സഹായത്തിന് ചെന്നാലും അൻവർ സഹായം ചെയ്യും. കാരണം അതിനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അങ്ങനെ അൻവറുടെ സഹായത്തോട് കഴിഞ്ഞ ഒരു ജനതയുണ്ട്. അവർ നന്ദിയുള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യുമല്ലോ. അതൊരു ഘടകം തന്നെയാണ്. പിന്നെ അൻവറിന് കിട്ടിയ ഈ വോട്ട് എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് UDF വോട്ടാണോ LDF ആണോ? അൻവർ പറയുന്നത് LDF വോട്ടാണ്. LDF വോട്ടോ ആകുമ്പോൾ സാധ്യതയുണ്ട്. കാരണം 9 വർഷമായിട്ട് അൻവറിൻ്റെ ബന്ധമോടെയാണ് LDF ഈ LDF ബന്ധം കൊണ്ട് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഒരു കമ്മിറ്റി എല്ലാ ആളുകളുമായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ നയിക്കേണ്ട ആളുകളുമായി അൻവറിന് ഒരു വർഷം മുമ്പ് വരെയും അല്ല ഒരു 6 മാസം മുമ്പ് ഒരു ആത്മബന്ധമുണ്ട്. അവർ ഒരു നല്ല വിഭാഗം ആളുകൾ മറിച്ചാൽ നല്ലൊരു അഭിപ്രായമില്ല. രണ്ടാമത്തെ കാരണം എന്നുണ്ടെങ്കിൽ UDF അൻവറിന് ബന്ധമുള്ളത് കൊണ്ടാണല്ലോ ആര്യാടൻ ഷൗക്കത്തിനെയും VV പ്രകാശിനെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. CPM വോട്ട് കൊണ്ടല്ലല്ലോ. അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ വോട്ട് മറിക്കാൻ അൻവറിന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കോൺഗ്രസിൻ്റെ വോട്ട് മറിക്കുകയും ചെയ്തു. അതിന് കാരണമുണ്ട്. കോൺഗ്രസിൻ്റെ കോട്ടയായ നിലമ്പൂരിൽ അൻവറിനും അൻവറിൻ്റെ പിതാവിനും ശക്തമായ വേറുണ്ട്. ഒരു കാലത്ത് ആര്യാടൻ മുഹമ്മദിനേക്കാൾ വലിയ നേതാവായിരുന്നു PV ഷൗക്കത്ത് അലി. AICC മെമ്പറായിരുന്നു. അദ്ദേഹം 1962 മലപ്പുറത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ ആളാണ്. ജവഹർലാൽ നെഹ്റു വന്ന ഇവരുടെ വീട്ടിൽ, ഒതായിലെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പാരമ്പര്യമുള്ള PV ഷൗക്കത്ത് അലിയുടെ മകൻ അദ്ദേഹം നമ്മുടെ മമ്പാട് കോളേജ് KSU പുറത്തിനായതുപോലെ അൻവറിനെ അറിയാം. ആര്യാടൻ ഷൗക്കത്ത് സ്കൂൾ ലീഡറായിരുന്നപ്പോൾ ഞാൻ KSUവിൻ്റെ പ്രസിഡന്റാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ വരുന്നു. ഈ മമ്പാട് കോളേജിലെ ചെയർമാനായിരുന്നു ഈ അൻവർ. അത് കഴിഞ്ഞ് 2 പേര് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി. KSU കൊണ്ടുപോകാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് മാറി. ആര്യാടൻ മകൻ്റെ മകനായതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് A ഗ്രൂപ്പിൽ തന്നെ നിന്നു. അൻവർ A ഗ്രൂപ്പായിരുന്നു. പിന്നീട് കരുണാകരൻ ഗ്രൂപ്പായി. പിന്നീട് വയലാർ രവി സുധാകരൻ ഗ്രൂപ്പായി. അത് കഴിഞ്ഞ് പിന്നെ CPയുമായി ബന്ധപ്പെടുന്നു. ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അൻവർ സ്ഥാനാർത്ഥിയായത്. പക്ഷേ TK ഹംസ വന്നപ്പോൾ തോറ്റുപോയ ഒരു പഴയ ഓർമ്മയുള്ളത് കൊണ്ടും ഇനിയും അൻവറിനെ കൂടെ മത്സരിച്ച് തോറ്റുപോകുമോ എന്നൊരു ഭയപ്പാടുള്ളതുകൊണ്ട് ആര്യാടൻ അവസാനം മത്സരത്തിൽ പിന്മാറി. മകനെ ഈ സ്ഥാനാർത്ഥിയാവാൻ പ്രിപ്പയർ ചെയ്യാത്ത ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. അപ്പോഴാണ് ആര്യാടൻ അവിടെ നുഴഞ്ഞു കയറിയത്. ഈ ഷൗക്കത്ത് അല്ല അൻവർ. അപ്പോൾ അൻവറിന് ശേഷം വിജയം വന്നു. രണ്ടാമത് കഷ്ടിച്ചാണ് അൻവർ ജയിച്ചത്. അധികം വോട്ട് മറിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ഒരു ആരാധക വൃന്ദം അൻവറിനുണ്ട് എന്നൊരു സത്യമാണ്. അതുകൊണ്ടാണല്ലോ ഇത്ര വോട്ട് കിട്ടിയത്. അപ്പോൾ അത് രാഷ്ട്രീയമായി നമുക്ക് കോൺഗ്രസിൻ്റെ വോട്ടാണോ CPഎമ്മിൻ്റെ വോട്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ വോട്ടും അല്ലാതെ CPഎമ്മിൻ്റെ വോട്ടും അല്ലാത്ത ജനങ്ങളുടെ വോട്ടുണ്ടല്ലോ, രാഷ്ട്രീയത്തിനപ്പുറമുള്ള. അങ്ങനെയുള്ള ഒരു ജനങ്ങൾക്കിടയിൽ അൻവറിനുണ്ടായിരുന്ന സ്വാധീനം തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അത് നിലമ്പൂർ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഇതാണ്. നിലമ്പൂരിന് അപ്പുറം വലിയ ബന്ധമൊന്നും പുള്ളിക്കില്ല.
വേണമെങ്കിൽ ഒതായി എന്ന് പറയുന്നത് നമ്മുടെ ഇടവണ്ണ പ്രദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. നമ്മുടെ ഇത്രയും സ്വാധീനമുള്ള അൻവറിന്റെ വഴി ഇനി എങ്ങനെയായിരിക്കും? അത് അൻവറാണ് തീരുമാനിക്കേണ്ടത്. നേരത്തെ അൻവറാണ് തീരുമാനിക്കേണ്ടത്. അൻവറിനെ സഹകരിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനിച്ചത്. പക്ഷേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അൻവർ ജയിക്കാൻ പാടുണ്ടോ? യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാണ് ഷൗക്കത്തിൽ തീരുമാനിച്ചത് ഒരാളല്ല, PDCC മാത്രമല്ല, എല്ലാവരും ആലോചിച്ച് തീരുമാനിച്ചാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഘടകകക്ഷികളോട് ആലോചിക്കാറില്ല. ഇക്കാര്യം ഘടകകക്ഷികളോട് ആലോചിച്ചു വെച്ചിട്ട് അങ്ങനെ യു ഡി എഫിൻ്റെ ഒരു പൊതുസമ്മത സ്ഥാനാർത്ഥിയായിട്ടാണ് ആര്യാട് ഷൗക്കത്തിൻ്റെ പേര് വന്നത്. ആര്യാട് ഷൗക്കത്തിൻ്റെ പേര് വന്നപ്പോൾ VS ജോയിയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. പക്ഷേ VS ജോയി തന്നെ പരസ്യമായി ഷൗക്കത്തിന് രംഗത്തിറങ്ങി. ആ സമയത്ത് ഷൗക്കത്തിന് അംഗീകരിക്കില്ല. ഒരു സ്ഥാനാർത്ഥിയെ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഒരാളെ സഹകരിപ്പിക്കാൻ പറ്റുമോ? അപ്പോഴാണ് അൻവറിൻ്റെ നിലപാടിനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യുന്ന പ്രശ്നം UDF തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ടും PDCC ചെയർമാൻ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ സതീശൻ മാത്രം തീരുമാനമല്ല. അപ്പോൾ അൻവർ എടുത്ത ഒരു നിലപാട് ഔദ്യോഗിക UDF സ്ഥാനാർത്ഥിക്ക് ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ അൻവറുമായി സഹകരിക്കാൻ കഴിയാതെ വന്നു. ഇപ്പം എന്തായാലും അൻവർ തന്നെ തോൽവി സംഭവിച്ചിരിക്കുന്നു. ആര്യാട് ഷൗക്കത്ത് ജയിച്ചു. ഇപ്പം പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ പിണറായി വിജയനോട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന് നിൽക്കാൻ കഴിയുന്ന ഏക സ്ഥലം UDF ആണ്. അപ്പോൾ വാതിൽ തുറക്കും. ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് വാതിൽ അടച്ചിട്ടില്ല. പക്ഷേ വാതിൽ അടച്ചാലും തുറന്നാലും തീരുമാനിക്കേണ്ടത് ഒരാളല്ല, സതീശനല്ല, സണ്ണിയല്ല, KC വേണുഗോപാൽ മാത്രമല്ല, എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു പൊതുവിഷയമാണ്. അപ്പോൾ UDF എടുക്കേണ്ട ഒരു പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവർ UDF-ൽ വേണോ വേണ്ടോ എന്നുള്ള തീരുമാനം വരുന്നത്. പക്ഷേ അത് ഇനിയുള്ള അൻവറിൻ്റെ സമീപനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ധിക്കാരപരമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് UDF-ൻ്റെയും നേതാക്കന്മാരെയും കുറ്റപ്പെടുത്താൻ ഇറങ്ങിയാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പോൾ ഒരു മിതത്വം പാലിച്ചുകൊണ്ട് UDF-വുമായി സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അൻവറിനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിലമ്പൂരിൽ ശരിക്കും രണ്ടുപേരും വിജയിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തും അത് ഔദ്യോഗികമായ വിജയം, അൻവറും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അൻവർ അങ്ങനെ ജയിച്ചു. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു UDF സ്ഥാനാർത്ഥിയാണ്. അൻവർ ഇത്രയും വോട്ട് പിടിച്ചു, അതൊരു വലിയ വിജയമാണ്. അത് പറയാൻ പറ്റില്ല. അപരിചിതനായ ഒരാൾ അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ 10-40 വർഷമായിട്ട് അവിടെ കോൺഗ്രസിൽ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, MLA എന്നല്ല ഇടതുപക്ഷത്ത് പാരമ്പര്യമുണ്ട്. രണ്ട് വിഭാഗങ്ങളുമായിട്ടും ബന്ധമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു ധനാഢ്യനായ ആളാണ്. അങ്ങനെ ഒരാൾക്ക് 20,000 വോട്ട് കിട്ടിയെന്ന് പറയുന്നത് അത്ഭുതമൊന്നുമല്ല. അപ്പോൾ എന്തായാലും നിലമ്പൂരിൽ നിന്ന് UDF ഇന്ധനം നിറച്ചു കഴിഞ്ഞു. തീർച്ചയായും അത് നേരത്തെ തന്നെ തൃക്കാക്കരയിൽ നിന്നും പുതുപ്പള്ളിയിൽ നിന്നും പാലക്കാട് നിന്നും നിറച്ചതാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഫുൾ ടാങ്ക് ആയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.